ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കടുത്ത വേനൽക്കാലത്ത് നമ്മളെല്ലാവരെയും അലട്ടുന്ന വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് ചൂടുകുരു. പലപ്പോഴും ചിലർക്ക് ചെറുതായിട്ടായിരിക്കും വരിക, ചിലർക്ക് കടുത്ത രീതിക്ക് വന്നു എന്ന് വരാം. കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഉടുപ്പൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ മുതുകിലാകെ അങ്ങ് ചൂടുകുരുകളാണ്. ചൂടുകുരുവിൻ്റെ ബുദ്ധിമുട്ട് പലരെയും പല തരത്തിലാണ് ബാധിക്കുന്നത്. ചിലർക്ക് ശരീരത്തിൽ കുരുക്കൾ വരുന്നതിൻ്റെ അസ്വസ്ഥമായിരിക്കും, ഉടുപ്പിടാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും, ശരീരത്തിൽ എപ്പോഴും ഒരയുന്ന ഇറിറ്റേഷൻ ആയിരിക്കും. ചിലർക്ക് ഇത് വരുന്ന ഭാഗങ്ങളിൽ ഭയങ്കര ഇറിറ്റേഷനും നീറ്റലും ബുദ്ധിമുട്ടും കാരണം ഉടുപ്പിടാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ചൊറിച്ചിൽ കാരണം എന്തിട്ട് ചൊറിഞ്ഞിരുന്നാൽ പോലും ഒരു ആശ്വാസം ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. പലപ്പോഴും ഈ ഒരു പ്രശ്നം കാരണം ഡോക്ടർമാരെ പോയി കാണുന്ന ഡോക്ടർമാരെങ്കിലും ഓയിൻമെൻറ്റുകൾ തരും, ഇല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി പലരും പലവിധ പൗഡറൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ ചെയ്തിരുന്നാലും ഈ പ്രശ്നം മാറത്തില്ല. ചെറിയ കുട്ടികൾക്കാണ് ഇതിലേറെ പ്രശ്നം. ദേഹത്ത് ഫുൾ കുരുക്കളാണ്. ഈ കുരുക്കൾ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാരെ കാണിച്ചാലോ എന്തെങ്കിലും ചെയ്താലോ ഒറ്റമൂലി ഉപയോഗിച്ചാൽ ഇത് ഒട്ടും മാറുന്നുമില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. കുട്ടിയാണെങ്കിൽ കരച്ചിലോട് കരച്ചിൽ. അത് ഒരുപക്ഷെ കൈക്കുഞ്ഞുങ്ങൾ മുതൽ, ജനിക്കുന്ന കുട്ടികൾ മുതൽ ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിട്ടുമാറാതെ ചൂടുകുരു ഈ സീസണിൽ കണ്ടുവന്ന് വരാം. ചിലർക്കാണെങ്കിൽ മുതുകിലായിരിക്കും വരിക, ചിലർക്ക് കൈകാലുകളുടെ മടക്കുകളിലായിരിക്കും, തുടയിടുക്കിലൊക്കെ ആയിരിക്കും, കക്ഷത്തിലായിരിക്കും വരിക, ചിലർക്ക് കഴുത്തിൻ്റെ പുറകിലായിരിക്കും ഇത് വരുന്നത്. വരുന്ന ഭാഗത്ത് എന്തായാലും ഇറിറ്റേഷൻ ആയിരിക്കും. എന്താണ് ഈ ചൂടുകുരു? ചൂടുകുരു വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ചൂടുകുരു സിമ്പിളായിട്ട് പെട്ടെന്ന് മാറാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ചൂടുകുരു വരുന്ന ടെൻഡൻസി ഉള്ളവർക്ക് ഭക്ഷണത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം പറഞ്ഞുതരാം. ഇത് ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ അമിതമായിട്ട് ശരീരത്തിൽ ചൂട് കൂടുന്ന സമയത്ത് ഇത് ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടി ശരീരത്തിൽ നിന്നും വേർപ്പ് ഗ്രന്ഥികൾ കൂടുതലായിട്ട് ജലാംശം പുറത്തേക്ക് കളയും. അതാണ് നമ്മൾ ഈ വേർപ്പെന്ന് പറയുന്നത്. വേർപ്പ് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന സുഷിരങ്ങൾ ഏതെങ്കിലും തരത്തിൽ അടഞ്ഞിരുന്നാലോ വേർപ്പ് ശരിയായിട്ട് പുറത്തേക്ക് പോയില്ലെങ്കിലോ ആ ഭാഗത്ത് നമ്മുടെ ഈ വേർപ്പ് ഗ്രന്ഥിയുടെ ഭാഗത്ത് ചെറിയ നീർക്കെട്ടും ബുദ്ധിമുട്ടും ഉണ്ടാകും. അതാണ് നമ്മുടെ ശരീരത്തിലെ പല ഭാഗത്തും ചുമന്ന നിറത്തിൽ തടിച്ച് വരുന്ന ചെറിയ ചെറിയ കുരുക്കൾ. ഇത് ഒരേ സമയം പല ഭാഗങ്ങളിൽ വരുന്നത് കൊണ്ട് നമ്മളിതിന് ചൂടുകുരു എന്ന് പറയും. പ്രത്യേകിച്ച് വേർപ്പ് കുരുക്കൾ ഈ അമിതമായിട്ട് ചൂടുള്ള ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് വേർപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുകൊണ്ടാണ് ഈ ഒരു സീസണിൽ ഈ പ്രശ്നം കൂടുതലായിട്ടുണ്ടാകുന്നത്. ഈ ചൂടുകുരു ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് ചെറിയ കുട്ടികളാണ്. കാരണം ഒരു 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേർപ്പ് ഗ്രന്ഥികൾ ശരിയായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ വേനൽക്കാലം അങ്ങോട്ട് വരുമ്പോൾ വേർപ്പിൻ്റെ ഇറിറ്റേഷൻ വരുന്ന സമയത്ത് കുട്ടികളുടെ ദേഹത്ത് ഈ വേർപ്പ് ട്രാപ്പ് ചെയ്ത് നിന്നിട്ട് ചൂടുകുരുക്കൾ കംപ്ലീറ്റ് ഉണ്ടായിന്ന് വരാം. അത് മുതുകിലും ശരീരത്തിലെമ്പാടും വരും, കഴുത്തിൻ്റെ ഭാഗത്ത് വന്നു എന്ന് വരാം. അതേപോലെ തന്നെ ഇപ്പോൾ തുടയിടുക്കിൽ നാപ്പിയൊക്കെ ഉപയോഗിക്കുന്ന ഭാഗത്തെല്ലാം വരും. മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ മുതുകിലായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. വണ്ണം ഉള്ളവരെയും ഇത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുമെന്ന് പറയാം. ഈ വണ്ണം ഉള്ളവരുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവർ വേനൽക്കാലം വരുന്ന സമയത്ത് അമിതമായിട്ട് വേർപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ശരീരത്തിൽ ഈ സ്കിന്നിൻ്റെ എല്ലാം മടക്കുകൾ കൂടുതലുണ്ടാവും. ഉദാഹരണത്തിന് വണ്ണം കൂടുതലുള്ളവർക്ക് കഴുത്തിൻ്റെ പുറകുവശത്ത് മടക്കുണ്ടാവും. നമ്മുടെ ശരീരത്തിലെ ഇപ്പോൾ കക്ഷത്തിൻ്റെ ഭാഗത്തെല്ലാം അവർക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ ഫോൾഡുകൾ ഉണ്ടാവും. സ്ത്രീകളാണെങ്കിൽ ബ്രസ്റ്റിൻ്റെ മടക്കുകളുണ്ടാവും, നെഞ്ചിൻ്റെ ഭാഗത്തുണ്ടാവും. ഈ ഭാഗത്തെല്ലാം തന്നെ സ്കിന്ന് തമ്മിൽ ഉരസുന്നത് കൊണ്ട് ഈ ഭാഗത്തെല്ലാം തന്നെ ഈ വേർപ്പ് കുരുക്കൾ വരാനുള്ള സാധ്യത ഏറെയാണ്. ഇത് തുടയിടുക്കിലായിക്കോട്ടെ, കൈ ഉരസുന്ന ഭാഗമായിക്കോട്ടെ, ഇല്ലെങ്കിൽ വണ്ണം ഉള്ളപ്പോൾ ഇപ്പോൾ മുട്ടിൻ്റെ പുറകെ വശത്തായിക്കോട്ടെ, ഇവിടെ എല്ലാം ചൂടുകുരുക്കൾ വന്നു വരാം. ഈ ഒരു പ്രശ്നം വണ്ണമുള്ളവരെ അഫക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അമിതമായിട്ട് അധ്വാനിക്കുന്നവർ, പ്രത്യേകിച്ച് ഡാൻസേഴ്സ്, ഈ ചൂട് സമയത്ത് ഇപ്പം പുറത്തിറങ്ങി പണി ചെയ്യുന്ന ആൾക്കാർ, സ്ഥിരമായിട്ട് സൈക്കിൾ ഓട്ടുന്ന അല്ലെങ്കിൽ യാത്രകൾ കൂടുതൽ ചെയ്യുന്നവരെല്ലാം അഫക്റ്റ് ചെയ്തു എന്ന് വരാം. ഇതല്ലാതെ കിടപ്പിലായ രോഗികളെ, പ്രത്യേകിച്ച് ശരീരം അനക്കാൻ പറ്റാതെ ബെഡ് റിഡനായിട്ട് കിടക്കുന്ന ആൾക്കാരെയും ചൂടുകുരു ഇപ്പോഴത്തെ സീസണിൽ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്തു എന്ന് വരാം. ഇനി ഈ ഒരു പ്രശ്നം ഉള്ളവർക്ക് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചൂട് കാലത്ത് ഈ വേർപ്പ് ഗ്രന്ഥി അമിതമായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വേർപ്പ് കൂടുതലായിട്ടുണ്ടാകുന്നതും ആ ഭാഗത്ത് ഇത്തരത്തിലുള്ള കുരുക്കൾ ടെൻഡൻസി വരുന്നതും. അതുകൊണ്ട് തന്നെ വേർപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ടെൻഡൻസി കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഒന്ന്, കടുത്ത വേനൽ അല്ലെങ്കിൽ കടുത്ത ചൂട് അമിതമായി വേർക്കുന്ന സാഹചര്യങ്ങൾ സാധിക്കുമെങ്കിൽ ഒഴിവാക്കുക. ഈ വേനൽക്കാലത്ത് എങ്ങനെ ഇത് ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. അമിതമായിട്ട് വെയിലത്തിറങ്ങുന്ന കുറയ്ക്കുക, കഠിന അധ്വാനം കുറയ്ക്കുക. രണ്ടാമത്തത്, ഈ വരുന്ന ഭാഗത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ആ ഭാഗത്ത് എവിടെയാണോ ചൂടുകുരു വരുന്നത് ആ ഭാഗത്തുള്ള ചൂട് അമിതമായിട്ടുള്ള ഹീറ്റിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുക. അത് ആ ഭാഗത്തുള്ള വേർപ്പ് ഗ്രന്ഥികളുടെ അമിതമായിട്ടുള്ള പ്രവർത്തനം തടയാനായിട്ട് സഹായിക്കും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഐസ് പാക്ക് പറ്റുമെങ്കിൽ വാങ്ങി വെക്കുക. ഇത് നിങ്ങളുടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന ഐസ് പാക്കാണ്, അല്ലെങ്കിൽ ഇത് ഓൺലൈൻ നിങ്ങൾക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ എല്ലാം കിട്ടും. ഐസ് പാക്ക് വാങ്ങി എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ അമിതമായിട്ട് ഇപ്പോൾ വേർപ്പിൻ്റെ കാരണം കൊണ്ടുണ്ടാകുന്ന ചൂടുകുരു ഇപ്പം ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ വരുന്നത് ആ ഭാഗത്ത് ഇതിങ്ങനെ വയ്ക്കാൻ നോക്കുക. കുറച്ച് സമയം ഇത് വെച്ച് കഴിയുമ്പോൾ ആ ഭാഗത്തുള്ള അമിതമായിട്ടുള്ള ഹീറ്റിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുക. അത് ഏത് ഭാഗത്താണോ വരുന്നത് അവിടെ ചൊറിയുന്നതിന് പകരം ഐസ് പാക്ക് വയ്ക്കാനായിട്ട് നോക്കുക. ഇതാണ് നിങ്ങൾക്ക് ചൂടുകുരു വരുന്നതിനെ തടയാൻ ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ ഒരു റിയാക്ഷൻ കുറയ്ക്കാനായിട്ട് പറ്റുന്നത്.
ചെറിയ കുട്ടികളൊക്കെയാണ്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഫ്രിഡ്ജ് വെച്ചിരുന്ന ഐസ് പാക്ക് നമുക്ക് കൂടുതൽ സമയം വയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ തരത്തിലൊരു ടവലെടുത്ത് ടവലിൽ നിങ്ങളിങ്ങനെ ഐസ് പാക്ക് പൊതിഞ്ഞ് വയ്ക്കുക. പൊതിഞ്ഞതിന് ശേഷം കൊച്ചുകുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും സ്കിന്നിൽ നമ്മളിങ്ങനെ ഏത് ഭാഗത്താണോ പ്രശ്നം അവിടെ ചേർത്ത് വയ്ക്കുക. നമ്മൾ ഈ ചെറിയൊരു ടവലിൽ പൊതിഞ്ഞിട്ട് വയ്ക്കുന്ന സമയത്ത് ആ ഭാഗത്തുണ്ടാകുന്ന ഇറിറ്റേഷൻ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കും. കൂടുതൽ സമയം നമുക്ക് അവിടെ ഇത് വയ്ക്കുകയും ചെയ്യാം. തണുപ്പിൻ്റേതായിട്ടുള്ള പ്രത്യേകിച്ച് അലർജിക്ക് റിയാക്ഷൻ ഒന്നും ആ ഭാഗത്ത് ഉണ്ടാകത്തുമില്ല. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുന്ന വഴിക്ക് ആ ഭാഗത്തുള്ള ഇറിറ്റേഷൻ കുറയ്ക്കാം. ഇനി നിങ്ങൾക്ക് ഐസ് പാക്ക് ഒന്നും വീട്ടിൽ സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ തുണിയില്ലേ, നല്ലൊരു ടവൽ, വൃത്തിയുള്ളൊരു തുണി എടുത്ത് നനച്ചിട്ട് നിങ്ങൾ ഏത് ഭാഗത്താണ് ചൂട് വരുന്നത് ആ ഭാഗത്ത് ഒന്ന് ഒപ്പി വയ്ക്കാനായിട്ട് നോക്കുക. ആ ഭാഗത്തുള്ള ഇറിറ്റേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി ആ ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻ കുറച്ചതിന് ശേഷം പുറമെ പുരട്ടാനുള്ള പറഞ്ഞുതരാം. പ്രത്യേകിച്ച് ആൾക്കാർ പലരും പോയിട്ട് പുറമെ ഈ ചൂടുകുരു മാറാനുള്ള പൗഡറുകൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. യാതൊരു കാരണവശാലും ഈ ഇറിറ്റേഷനുള്ള ഭാഗത്ത് പൗഡർ ഇടരുത്. പൗഡർ ഇടുന്നത് കൊണ്ട് സംഭവിക്കുന്നത് ഈ പൗഡറിനകത്തുള്ള ചില രാസവസ്തുക്കൾ ആ ഭാഗത്തുള്ള ചൊറിച്ചിൽ കുറയ്ക്കുമെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ നിങ്ങളുടെ ഈ വേർപ്പ് ഗ്രന്ഥിയുടെ പുറത്ത് ഈ പൊടി വീഴുന്നത് വേർപ്പ് ഗ്രന്ഥിക്ക് കൂടുതൽ ഇറിറ്റേഷൻ വരുന്നതിനും പിറ്റേ ദിവസം കൂടുതലായിട്ട് ചൂടുകുരു ഉണ്ടാകുന്നതിനും കാരണമാകും. അതുകൊണ്ട് പൗഡർ ഐറ്റംസ് യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അലോവേരയിലെ കറ്റാർവാഴ കീറിയിട്ട് അതിൻ്റെ നടുക്കുള്ള ജെല്ലെടുത്തിട്ട് നിങ്ങൾ എവിടെയാണോ ചൂടുകുരു ഉള്ളത് ആ ഭാഗത്ത് പുരട്ടുക. ചൂടുകുരുവിനെ മാറ്റാനുള്ള ഏറ്റവും നല്ല നാച്ചുറലായിട്ടുള്ള ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റ് എന്ന് പറയുന്നത് അലോവേര, കറ്റാർവാഴയുടെ ജെല്ലാണ്. രണ്ടാമത്തത് ആര്യവേപ്പില്ലേ, ആര്യവേപ്പിൻ്റെ ഇല ഒന്ന് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ഫോമിലാക്കിയിട്ട് അമിതമായിട്ട് ചൂടുകുരു ഉണ്ടെങ്കിൽ പുരട്ടാം. പക്ഷേ കൊച്ചു കുട്ടികൾക്കൊന്നും തന്നെ ആര്യവേപ്പിൻ്റെ ഇല പുരട്ടരുത്, കറ്റാർവാഴയുടെ ജെല്ല് പുരട്ടിയാൽ മതി. കാരണം ആര്യവേപ്പിൻ്റെ ഇല കൊണ്ട് തന്നെ പലർക്കും ആ ഭാഗത്ത് ഇറിറ്റേഷനും ചുവപ്പ് നിറവും നീറ്റലും സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ളവർക്ക് പ്രോബ്ലം വരാം. ഡ്രൈ സ്കിൻ ഉള്ളവർ ഈ ആര്യവേപ്പിൻ്റെ ഇല പുരട്ടരുത്, കറ്റാർവാഴയുടെ ജെല്ല് പുരട്ടിയാൽ മതിയാവും. ഈ പറഞ്ഞ കാര്യങ്ങൾ പുറമേ പുരട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ അമിതമായിട്ട് ഇറിറ്റേഷൻ, പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉള്ളവർ, അറ്റോപിക് ഡെർമറ്റൈറ്റിസ് സ്കിൻ ടെൻഡൻസി ഉള്ളവരൊക്കെ ഈ ഇറിറ്റേഷൻ മാറാനുള്ള മരുന്നുകൾ കൂടി ഇതോടൊപ്പം ചിലപ്പോൾ എടുക്കുന്നത് നല്ലതായിരിക്കും. ഈ കാര്യത്തോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇനി ഇതിനുപയോഗിക്കുന്ന ഡ്രസ്സുകൾ പലരും ചെയ്യുന്നത് ഈ വേനൽക്കാലത്ത് പെട്ടെന്ന് ഉണങ്ങുന്ന, ഇപ്പം കോട്ടൺ ഡ്രസ്സിന് പകരമായിട്ട് ടൈറ്റ് ആയിട്ടുള്ള പോളിസ്റ്റർ ഡ്രസ്സ് ഉപയോഗിക്കുന്നവരുണ്ട്. കോട്ടൺ ഡ്രസ്സാണെങ്കിലും അമിതമായി ടൈറ്റായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. സ്കിന്നിൽ ടൈറ്റായിട്ട് ഡ്രസ്സുകൾ കിടക്കുന്നത് ചൂടുകുരു കൂടാനാണ് കാരണമാകുന്നത്. അതുകൊണ്ട് ലൂസായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ മാത്രമേ ഈ ഒരു സമയത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അമിതമായിട്ട് ഡാർക്ക് കളറുള്ള, പ്രത്യേകിച്ച് കറുപ്പ്, ചുവപ്പ് അല്ലെങ്കിൽ കടും നീല കളറ്, ഈ നിറത്തിലൊക്കെയുള്ള ഡ്രസ്സുകൾ ഉപയോഗിച്ച് നിങ്ങൾ വെയിലത്തേക്ക് പോരുത്. ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ വെയിൽ ഹീറ്റ് ശരീരത്തിൽ ട്രാപ്പ് ആകുന്നതിനും കൂടുതൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ കൂടുന്നതിനും കാരണമാകാൻ കഴിയും. അത്ര ലൈറ്റ് ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സസ് വേണം വേനൽക്കാലത്ത് ഉപയോഗിക്കാനായിട്ട്. ഇനി ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട ഭക്ഷണക്രമങ്ങൾ എന്തെല്ലാമെന്ന് പറഞ്ഞുതരാം. പ്രധാനമായിട്ടും ജലാംശം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് വെള്ളം ധാരാളം കുടിക്കുക. തണ്ണിമത്തൻ, മാമ്പഴം പോലുള്ള ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് നോക്കുക. ഇപ്പോഴത്തെ സീസണിൽ നല്ലതാണ്. വെള്ളരിക്ക പതിവായിട്ട് കഴിക്കാൻ നോക്കുക, ചൂടുകുരു കുറയാൻ നല്ലതാണ്. പലരും ചെയ്യുന്നത് വെള്ളരിക്ക ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് ചൂടുകുരു ഉള്ളിടത്ത് വയ്ക്കാറുണ്ട്. നല്ലതാണ്, വെള്ളരിക്ക വയ്ക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിനെക്കാട്ടിയും വെള്ളരിക്ക കഴിക്കുന്നതാണ് ചൂടുകുരു മാറുന്നതിന് കൂടുതലും നല്ലത്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട, ഈ ഒരു സമയത്ത് ഒഴിവാക്കേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് അമിതമായിട്ട് എണ്ണ ചേർന്ന, മസാല ചേർന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത്. ഇതെല്ലാം വേർപ്പിൻ്റെ പ്രൊഡക്ഷൻ, ശരീരത്തിനകത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വേർപ്പ് കൂട്ടും, ചൂടുകുരു കൂടുന്നതിന് കാരണമാകും. അതുകൊണ്ട് എണ്ണ പലഹാരങ്ങൾ, ബേക്കറി ഭക്ഷണങ്ങൾ, അമിതമായിട്ടുള്ള മധുര പലഹാരങ്ങൾ, കടുത്ത മധുര പലഹാരങ്ങൾ, ജ്യൂസ് ഐറ്റംസ് ഇതൊക്കെ ഒഴിവാക്കുക. അതോടൊപ്പം എണ്ണ പലഹാരങ്ങളുടെ ഒപ്പം തന്നെ ഇറച്ചി, വറുത്ത ഇറച്ചി ഐറ്റംസ്, ബീഫ്, മട്ടൺ, പോർക്ക് പോലുള്ള റെഡ് മീറ്റ് ഐറ്റംസ്, ഇതെല്ലാം ഇപ്പോഴത്തെ ഈ വേനൽക്കാലത്ത് ഈ ചൂടുകുരു വരുന്ന ടെൻഡൻസി ഉള്ളവർ ഒഴിവാക്കി പോകണം. അതെല്ലാം ചൂടുകുരു പെട്ടെന്ന് മാറുന്നതിന് സഹായിക്കും. ഇപ്പോഴത്തെ ഈ സീസണിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ എന്താണ് ഈ ചൂടുകുരു എന്നുള്ളത്, ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻ എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കഴിയുന്നത്ര ഐസ് പാക്ക് ഇത്തരത്തിൽ പ്രോബ്ലം ഉള്ളവർ വീട്ടിൽ വാങ്ങി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ഏതൊരു സമയത്തും ഉപകാരപ്പെടും. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചതവുണ്ടായാലും ആദ്യം വയ്ക്കുന്നത് ഐസ് പാക്ക് തന്നെയാണ്. അത് തന്നെയാണ് നല്ലത്. സോ ഈ തരത്തിൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചൂടുകുരുവിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം മലയാളികളുടെ, എല്ലാ വീട്ടമ്മമാരുടെ, എല്ലാ കുട്ടികളുള്ള അമ്മമാരുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.